എന്തായാലും ഇന്നലെ സംസ്ഥാനത്ത് ഈ ആശാ വർക്കർമാരുടെ സമരത്തെ തുടർന്നുള്ള ചർച്ചയൊക്കെ കണ്ടിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ പ്രത്യാശയില്ലാതായതോടെ മുന്നോട്ട് ഇനി എന്താണെന്നുള്ള ആശങ്കയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ. സുപ്രധാന വിഷയങ്ങളിലൊന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടില്ല. ഇതോടെ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ അവസ്ഥ എന്ത്? ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണ്ടേ? ഞങ്ങൾ എന്നും കഷ്ടതയിലും കണ്ണുനീരിലും കരച്ചിലുമാണ് കഴിയേണ്ടത്. ലോണുകൾ എടുത്ത് അടയ്ക്കുവാൻ നിവർത്തിയില്ല. ഒരു ദിവസം തെറ്റിയാൽ ഞങ്ങൾ പിഴ പലിശ കൊടുക്കണ്ടേ? അതുപോലെ തന്നെ കറണ്ട് ബില്ല് ഒരു ദിവസം അടച്ചില്ലെങ്കിൽ, നമ്മൾ അടയ്ക്കേണ്ട ദിവസം അടച്ചില്ലെങ്കിൽ വൈകുന്നേരം വന്ന ഫീസ് അവർ ഊരത്തില്ലേ? അപ്പം ഞങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ല? ഇത് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലുള്ള തിരുവല്ലം PHSCയിലെ ആശാ വർക്കറാണ്. കഴിഞ്ഞ 6 ദിവസമായി ഇതുപോലെ നൂറുകണക്കിന് സ്ത്രീകളാണ് ജയ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നത്. സമരത്തിനിടയിൽ പ്രതീക്ഷയുടെ കിരീടമായി ആരോഗ്യമന്ത്രി ഇന്നലെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും അത് ഫലം കണ്ടില്ല. ഇനി ഇവരുടെ മുന്നിലുള്ളത് ദുരിതങ്ങളുടെ കുറെ നോവുകൾ മാത്രമാണ്. 3 മാസത്തെ പൈസ പെൻഡിങ് കിടക്കുകയാണ്. വീട്ടിൽ ചിലപ്പോൾ ഒന്നും കഴിക്കാൻ കാണില്ല. ഇപ്പോൾ സാധനങ്ങൾക്ക് ഒരുപാട് വിലയല്ലേ. ഒരു വീടിൻ്റെ അടുത്ത് കടയാണെങ്കിലും അവിടെ ചെന്ന് മാറി നിൽക്കും. കടയിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ പോയ ശേഷമാണ് കടം ചോദിക്കുന്നത്. അപ്പോൾ ഈ മോന് കിട്ടുന്ന വല്ലപ്പോഴുള്ള തുക കൊണ്ട് എങ്ങനെ ജീവിക്കും? പറ്റില്ല. എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്നതും കൂടെയാണ് ആ കുടുംബം പോറ്റി പോകുന്നത്. എല്ലാവരും വിചാരിക്കും നമ്മൾ സന്തുഷ്ടിയാണ്, സന്തോഷത്തോടെ കഴിയണം. നമ്മൾ ഫീൽഡിലിറങ്ങുമ്പോൾ സന്തോഷവരാണ്. ആ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കരയണ വീട്ടിൽ ഞങ്ങൾ ചിരിച്ചു കാണിക്കണം. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിലും ഇവർക്ക് പരാതികൾ ഏറെയാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു അംഗീകാരമില്ല. നമ്മൾ എത്ര തന്നെ ഇത് ക്യൂ നിന്നെന്നറിയാവോ ഒരു ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് എടുക്കുക. നമ്മൾ ആശമാർ അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് ഇത് ചെയ്യാത്തതിൻ്റെ ആശമാരാണ് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കാതെ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു OP ടിക്കറ്റ് എടുക്കുന്ന ഇവരിങ്ങനെ വരിക്ക് നിൽക്കണ്ട. ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ ഞങ്ങൾ അതിനകത്ത് പോലും കയറ്റതില്ല. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വേതനത്തുക ഉടൻ വിതരണം ചെയ്യുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 100-ലധികം വരുന്ന സ്ത്രീകൾ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. ഇന്നലെ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ആശാ വർക്കർമാരുടെ മഹാസംഗമം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.